ആദ്യ വാർത്തയായി എത്തുന്നത് മഴ തന്നെയാണ്. സംസ്ഥാനത്ത് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഓണം മഴ കൊണ്ടുപോകുമോ എന്ന വലിയ ആശങ്കയുണ്ട്. പക്ഷേ ഉത്രാട ദിനത്തിന് ശേഷം മാനം തെളിയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. നമുക്ക് ഇന്നത്തെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഇതൊക്കെ പരിശോധിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ഷീജ കൂടി എന്നോടൊപ്പം ചേർന്നു. നോക്കാം എന്താണ് ഇന്ന് മഴയിൽ പറയാനുള്ളതെന്ന്. ഷീജ, ഗുഡ് മോർണിംഗ്. ഷീജ, 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഓണം മഴ കൊണ്ടുപോകുമോ എന്ന ആശങ്കയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എന്താണ് മഴ മുന്നറിയിപ്പ് പറയുന്നത്? ഗുഡ് മോർണിംഗ് മനു. ഏതായാലും അങ്ങനെ ഒരു ആശങ്ക എല്ലാ മലയാളികൾക്കും ഉണ്ട്, പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഒരു മഴ കാണുമ്പോൾ. കാരണം കഴിഞ്ഞ ദിവസം മുതലാണ് വീണ്ടും സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ഈ പറയുന്നത് പോലെ തന്നെ 8 ജില്ലകളിൽ, അതായത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നിപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ. ഈ യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കാത്ത തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴ രാത്രിയിൽ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം മുതൽ തിരുവനന്തപുരത്തൊക്കെ മഴ തുടങ്ങിയതാണ്. രാത്രിയോടുകൂടി ചെറിയൊരു ശമനമായെങ്കിൽ പോലും പുലർച്ചയോടുകൂടി വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണ്. പ്രത്യേകിച്ചും മലയോര മേഖലയിൽ അടക്കം മഴ ശക്തി പ്രാപിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ്. നാളെ മഴയ്ക്ക് ചെറിയ തോതിൽ ഒരു ശമനം ഉണ്ടാകുമെന്നും മറ്റന്നാളത്തോടു കൂടി തന്നെ മഴ പൂർണ്ണമായും മാറും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഈ പറയുന്നത് പോലെ നമുക്കറിയാം, നാളെ ഉത്രാടമാണ്, ഉത്രാടപ്പാച്ചിലിന്റെ ദിവസമാണ്. എല്ലാ മലയാളികളും അവർ ഓണം ആഘോഷിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന്റെ ഒരു അവസാനവട്ട ഓട്ടപ്പാച്ചിലാണ് നാളത്തേത്. അപ്പോൾ നാളെയും ഉത്രാട ദിനവും മഴ കൊണ്ടുപോകുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നിലവിലേതായാലും മുന്നറിയിപ്പ് പ്രകാരം നാളെ കൂടി സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഒരുപക്ഷെ അത് തിരുവോണ ദിനത്തിൽ കൂടി മഴ തുടരാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കാറ്റിന്റെ വേഗത കൂടി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ സ്കൂളുകൾ അടച്ചൊരു പശ്ചാത്തലത്തിൽ അവധി ദിനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ കുടുംബസമേതം പലരും വിനോദയാത്രയ്ക്കൊക്കെ പുറപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെയുള്ളവർ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകളുള്ള ജില്ലയിൽ കൃത്യമായ രീതിയിൽ തന്നെ വിനോദസഞ്ചാര മേഖലയിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. മനു, അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ അവധിക്കാലമാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അതിനെയൊക്കെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുകയാണ് ഈ അപ്രതീക്ഷിതമായി എത്തിയ മഴ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ഓണക്കാലത്ത് നോക്കൂ, നമ്മൾ ഈ വഴിയോര കച്ചവടമൊക്കെ വളരെ സജീവമാകുന്ന ഒരു സമയം കൂടിയാണ്. അവരെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ അപ്രതീക്ഷിതമായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴ. ആ മനുഷ്യരുടെയൊക്കെ ഓണം അതിൻ്റെ ഒരു നിറം കെട്ടുപോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടിയൊക്കെ നമ്മൾ പറഞ്ഞു പോകേണ്ടതാണ്. അപ്പോൾ മഴയ്ക്ക് വെറും കാലാവസ്ഥ എന്നതിനപ്പുറത്തേക്ക്, കാലാവസ്ഥയുടെ പ്രതിഭാസം എന്നതിനപ്പുറത്തേക്ക് ഓണക്കാലത്ത് മനുഷ്യ ജീവിതവുമായി വല്ലാതെ മനുഷ്യ ജീവിതത്തിൻ്റെ എന്താ പറയുക, ആഘോഷങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തുന്നു. തീർച്ചയായും മനു, അത് എടുത്തു പറയേണ്ടതാണ്. കാരണം നമുക്കറിയാം, ഓണക്കാലം എന്ന് പറയുമ്പോൾ പൂവിപണി, വഴിയോര കച്ചവടം എന്നിവയെല്ലാം പൊടിപിടിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ രീതിയിൽ മഴ ശക്തി പ്രാപിച്ചാൽ അവരുടെയൊക്കെ വിൽപ്പനയെ അത് സാരമായി ബാധിക്കും. അവരുടെ ഉപജീവന മാർഗമാണ്, അതിനെയൊക്കെ സാരമായി ബാധിക്കും എന്നുള്ളതിൽ തർക്കമില്ല. ഇന്നിപ്പോൾ പോലും ഈ ദിവസങ്ങളിൽ, അത്തം മുതൽ നമുക്കറിയാം, എല്ലാ ദിവസങ്ങളിലും രാവിലെ ഈ പൂവിപണിയൊക്കെ വളരെ സജീവമാണ്. ഇപ്പോൾ ഈ മഴ പെയ്യുന്നതിനെ തുടർന്ന് പൂ വിപണിയെ പോലും അത് സാരമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ മഴ തുടർന്നാൽ അത് കടക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെയാണ് ഈ വഴിയോര കച്ചവടം. അവർ രാവിലെ മുതൽ, അവരുടെ വഴിയോര കച്ചവടക്കാർ രാവിലെ മുതൽ അവർ സജീവമാകുന്നതാണ്. പക്ഷേ ഈ മഴ ഈ രീതിയിൽ തുടരുന്നത് കാരണം അവർക്കും അവരുടെ കച്ചവടം ആരംഭിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ശരിയാണ്, മഴ കേവലം കാലാവസ്ഥ എന്നതിനപ്പുറം നിരവധി പേരുടെ ഉപജീവനത്തെ കൂടി അത് ബാധിക്കുന്ന തരത്തിലേക്ക് മാറരുത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രത്യാശിക്കാനുള്ളത്. മനു, തീർച്ചയായും ഷീജ, അത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത്. ഷീജ, അതോടൊപ്പം തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ മലയോര മേഖലകളിലെ യാത്രകൾക്ക് എന്തെങ്കിലും പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടോ? അതൊന്ന് എടുത്തു പറയുന്നത് ഉപകാരമായിരിക്കും. കാരണം ഒരുപാട് ആളുകൾ പല ഇടങ്ങളിലേക്ക് പോകാൻ യാത്രകൾ പ്ലാൻ ചെയ്യുന്ന സമയം കൂടിയാണ്. ഷീജ നേരത്തെ പറഞ്ഞതുപോലെ.
തീർച്ചയായും മനു, അതായത് ഈ മത്സ്യബന്ധന മേഖലയ്ക്ക് തീരദേശത്തിന് പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് കാറ്റിന്റെ വേഗത കൂടി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കടൽ പ്രക്ഷുബ്ധമായി തുടരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ആ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പലയിടങ്ങളിലും മലയോര മേഖല കേന്ദ്രീകരിച്ച് മഴ കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ മലയോര മേഖലയിലേക്കുള്ള യാത്ര, പ്രത്യേകിച്ചുമുള്ള വിനോദസഞ്ചാര യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും നൽകുന്ന നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ അത് പാലിച്ച് തന്നെ ജനങ്ങൾ മുന്നോട്ട് പോകണം. ഏതെങ്കിലും ജില്ലയിൽ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകമായി തന്നെ ജനങ്ങൾ ശ്രദ്ധിക്കണം. ഒപ്പം തന്നെയാണ് നദികളിലേക്കും പുഴകളിലേക്കും ഒക്കെ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടും അതിൻ്റെതായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് പാലിച്ച് തന്നെ ജനങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആവശ്യപ്പെടുന്നത്, നമ്മളും നമ്മുടെ പ്രേക്ഷകരോട് ആവശ്യപ്പെടുന്നത്. മനു.